രാമശ്ശേരി ഇഡലിയും തപ്പി ഇറങ്ങിയ ഞങ്ങളെ കുറേ ഉള്ളോട്ടേക്ക് കൊണ്ടുപോയിട്ടോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് പറ്റിച്ചെന്ന്. പക്ഷെ ഇല്ല കേട്ടോ, ഞങ്ങളെ കറക്റ്റ് സ്ഥലത്തേക്ക് കൊണ്ടെത്തിച്ചാണ്. ഒരു അമ്പലത്തിന്റെ തൊട്ടടുത്താട്ടോ ഇത് വരുന്നത്. അമ്പലമായാലും പള്ളിയായാലും ചർച്ച ആയാലും അതിന്റെ ഒക്കെ അടുത്തെത്തുമ്പോൾ വേറൊരു ഫീലാണ്. ഇവിടെ എത്തിയപ്പം ആസ് യൂഷ്വൽ നമ്മളൊരു ഫേമസ് ആയ ഫുഡ് സ്പോട്ടിൽ പോയാണ്ടാവണം. കുറേ നേരം ഇങ്ങനെ നിന്നാൽ എവിടെയെങ്കിലൊക്കെ സീറ്റ് കിട്ടും. നമ്മളെ ഫാമിലി ഫുള്ള് ഒരു ടേബിളിലേ ഇരിക്കൂ, അല്ലെങ്കിൽ ഈ ടേബിളിൽ നമ്മളെ ഫാമിലി മാത്രം മതി എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ അവിടെ നിൽക്കുക. അത്ര തന്നെ. അവിടെ ഇരുന്ന് കഴിക്കണ പോലെ പ്ലേറ്റിലോട്ട് നോക്കുക, ആരുതാണോ കയ്യാനായ അവരെടുത്ത് പോയി നിൽക്കുക, അവരെണീറ്റ അവിടെ ഇരിക്കുക. നമുക്ക് അത്യാവശ്യം നല്ല വിശപ്പുണ്ടായോണ്ടാണോ അറിയില്ല, സാധനം ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അവിടുത്തെ ഇഡ്ഡലി ആണെങ്കിലും വടയാണെങ്കിലും ചട്നി ആണെങ്കിലും എല്ലാം. പിന്നെ ഇവിടെ അത്ര ആശ്രയിച്ച് കഴിക്കൽ നടക്കൂല, കാരണം നമ്മൾ നിന്ന പോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് ഒരാളിങ്ങ് നിൽക്കുന്നുണ്ടാവും, നമ്മളൊന്ന് എണീറ്റാ ഇരിക്കാന്ന് കരുതിയിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കയറി ദുവത ഓളെ കുക്കിംഗ് സെറ്റ് എടുത്ത് കളി തുടങ്ങിയിട്ട് ഇഡ്ഡലിയൊക്കെ കഴിച്ച് വയറ് ഫില്ലായപ്പോ കേട്ടോ പാലക്കാടിന്റെ ഗ്രാമഭംഗി ആസ്വദിക്കാൻ കഴിയും. പണ്ട് ഞാനൊക്കെ ചെറുതായ സമയത്ത്, അതായത് ഇപ്പൊ ദൂവുള്ള ആ പ്രായത്തിലായിരുന്ന സമയത്ത് എന്റെ വീടിന്റെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെയാണ് കേട്ടോ, ഫുൾ നെല്ലേനി. അപ്പൊ ഞാൻ ആ കാര്യങ്ങളൊക്കെ ഓക്കിങ്ങ് പറഞ്ഞു കൊടുക്കേനി. ഇവക്കൊന്നും നെല്ല് എന്താന്ന് പോലും അറിയൂല. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഞങ്ങളിങ്ങ് പോവാണ് നെക്സ്റ്റ് എവിടെയെന്ന് എഴുതി. പിന്നെ മെയിൻ നമ്മൾ പോയത് പാലക്കാട്ടേക്കാണ്. ഈ ഒരു എ സിയിൽ പോണ സുഖം പുറത്തിറങ്ങിയാൽ കിട്ടൂല. ഒടുക്കത്തെ ചൂടാണ് കേട്ടോ. അപ്പൊ പുറത്തിറങ്ങിയാലും ഒന്ന് തണുക്കണം. അങ്ങനെ തണുക്കാൻ പറ്റിയ സ്ഥലം നോക്കി ഇറങ്ങിയാൽ ഞങ്ങൾക്ക് ഒരു ബെസ്റ്റ് സ്പോട്ടാണ് കേട്ടോ കിട്ടിയിരുന്നത്. അതെവിടെയെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.